മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യേശു പിന്നെയും ഉത്തരം ഒന്നും പറയായികയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ചില വിഷയങ്ങൾക്ക് മേൽ നിങ്ങൾക്ക് മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കർത്താവിനെ പഴി പറയരുത്. മനസ്സിലായോ? എന്നുവെച്ചാൽ ദൈവത്തെ ദുഷിക്കരുത്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമല്ലാത്തത് കൊണ്ട് മാത്രം കർത്താവിന് മറുപടി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയം നിങ്ങളങ്ങ് വിട്ടേക്കുക. അതിനുവേണ്ടി പിന്നെയും കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിലവിളിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്, മിണ്ടാതിരിക്കേണ്ട സ്ഥലങ്ങളിൽ നാം മിണ്ടാതിരിക്കുക, മൗനമായിരിക്കുക. മനസ്സിലായോ? അല്ലാതെ വായിലൊരു നാക്കുണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും പറയാം എന്ന് വിചാരിച്ചാൽ അടി വരുന്ന വഴി അറിയത്തില്ല. ആരിൽ നിന്നാ? ദൈവത്തിൽ നിന്നും കിട്ടും, ദൈവദൂതന്മാരിൽ നിന്നും കിട്ടും. ഒപ്പം നിങ്ങൾ ആരെയാണോ മനുഷ്യന്മാരോട് അടിക്കാനും വഴക്കുണ്ടാക്കാനും പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ക്ഷമിക്കും, പോട്ടെ സാരമില്ലെന്ന് വെച്ച് ക്ഷമിക്കും. പക്ഷെ എപ്പോഴും അവരെ ശല്യം ചെയ്താൽ ചിലപ്പോൾ അവരും തിരിഞ്ഞു കടിക്കും. അതിനാൽ മിണ്ടാതിരിക്കേണ്ട സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും കർത്താവ് നിങ്ങൾക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദോഷം വരുന്ന ഒരു വിഷയമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വിഷയത്തിന്മേലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവിന് മനസ്സിലായാൽ ദൈവം തമ്പുരാൻ ആ വിഷയത്തിന്മേൽ നിങ്ങൾക്ക് വിടുതൽ തരത്തില്ല. നിങ്ങൾ നശിച്ചു പോകണമെന്നല്ല ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പിന്നെയോ നിങ്ങൾ നിത്യതയ്ക്ക് അവകാശിയായി ജീവിക്കണമെന്നും അന്ത്യത്തോളം കർത്താവിനെ വിട്ടുപിരിയാതെ ജീവിക്കണമെന്നുമാണ് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് കർത്താവ് ദൈവത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തെ അറിയാതെ ജീവിച്ച നിങ്ങളെ തൻ്റെ മകനായി കർത്താവ് നിങ്ങളെ സ്വീകരിച്ചതും സ്നേഹിച്ചതും കരുണയോടെ ഇപ്പോൾ കൊണ്ട് നടക്കുന്നതും. അല്ലാതെ നിങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താണ് പറയുക, ചോദിക്കുന്ന അനാവശ്യമായ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തന്ന് നിങ്ങൾ ആ വഴിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇനി ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന്മേൽ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഒരിക്കലും അവിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ മുമ്പാകെ ഒരു പ്രാർത്ഥനയും കൊണ്ടുപോകരുത്. ദൈവം തമ്പുരാൻ മാർക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17 പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. നിങ്ങൾ എത്രത്തോളം കർത്താവിൽ വിശ്വസിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഉയർച്ച പ്രാപിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ രോഗി വിടുവിക്കപ്പെടും. അവിശ്വാസത്തോടു കൂടി ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ രോഗിക്ക് വിടുതൽ കിട്ടത്തില്ല. നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ വിഷയത്തിന്മേൽ വിടുതൽ ലഭിക്കും. അവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ വിഷയത്തിന്മേൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്മേൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുകയില്ല. കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സകല നന്മകളും ലഭിക്കുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും നിങ്ങൾക്ക് വിടുതലും ലഭിക്കുകയുള്ളൂ. എത്രത്തോളം നിങ്ങൾ കർത്താവിനെ അവിശ്വസിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവും ഉണ്ടാകത്തില്ല. നിങ്ങൾ മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ആമേൻ. മനുഷ്യൻ തള്ളിയാലും തള്ളാത്തൊരു ദൈവമുണ്ട്, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. അതിനാൽ നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവന് മാത്രമേ കർത്താവിനോട് കൂടെ കർത്താവിന് അവനിൽ കൂടി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് പറയുന്നു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. നിങ്ങളിൽ കൂടി ഈ കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കുകയും രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുക. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.